എനിക്കൊരു സുഹൃത്തുണ്ട്, പേര് ജോൺ എന്നാണ്. കഴിഞ്ഞ ആഴ്ച അവൻ്റെ പിറന്നാളായിരുന്നു. പക്ഷെ അവൻ്റെ നാട്ടിലേക്ക് അവൻ പോകാൻ പറ്റിയില്ല. അന്ന് പിറന്നാളിൻ്റെ അന്ന് അവന് ജോലി ഉണ്ടായിരുന്നു. കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്തു, നല്ലൊരു ഹോട്ടലിൽ പോയി ഇന്ന് സദ്യ കഴിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു ഹോട്ടലിനോടേക്ക് പോവുകയാണ്. അപ്പോൾ അവൻ്റെ കാർ നിർത്തിയിട്ട് ആ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഈ റെസ്റ്റോറൻറ്റിലേക്കുള്ള എൻട്രി. ഈ ബസ് സ്റ്റാൻഡ് വഴി അങ്ങനെ പോകുന്ന സമയത്ത് 3 പിള്ളേർ, ഒരു +2 ആണ് പഠിക്കുകയാണ്. അപ്പോൾ ഉച്ചവരെ അങ്ങാണ്ട് ക്ലാസ് ഉള്ളൂ. 2-3 ബസ്സുകളോട് നിർത്താണ്ട് കരുണയില്ലാതെ പോയി. ഒരു ചുട്ടുപൊറിഞ്ഞ ചൂടിൽ വിശന്നിരിക്കുകയാണ്. അപ്പോൾ 3 ബസ്സും പോയപ്പോൾ അതിൽ ഒരാൾ പറയായിരുന്നു, വിശന്നിട്ട് വയ്യ, കാലത്താണെങ്കിൽ ഒന്നും കഴിച്ചിട്ടില്ല, ഇങ്ങനെ ഈ ബസ്സും വരുന്നില്ല, എന്താ ചെയ്യുക, നടന്നു പോകേണ്ട ദൂരമാണെങ്കിൽ കുഴപ്പമില്ല, വിശക്കുന്നടാ, കയ്യിൽ കാശുമില്ല. ഈ 3 പിള്ളേർ പറയുന്നത് എൻ്റെ ഫ്രണ്ട് കേട്ടു. അപ്പം ഉള്ളിൽ പോയിരുന്നിട്ട് ഓർഡർ കൊടുക്കുന്നതിന് മുമ്പ് എന്തോ മനസ്സ് കേട്ടില്ല, പുറത്ത് വന്നിട്ട് പറഞ്ഞു, മക്കളെ ഇന്നെൻ്റെ പിറന്നാളാണ്, ഞാൻ തനിച്ച് ആഹാരം കഴിക്കാൻ പറ്റില്ല, എൻ്റെ കൂടെ കഴിക്കാൻ വരുമോ എന്ന് ചോദിച്ചു. അല്ല, ഞങ്ങളെങ്ങനെയാണ്, നിങ്ങളുടെ പരിചയമൊന്നുമില്ലല്ലോ. സാറില്ല, നാട്ടിലേക്ക് പോകാൻ പറ്റിയില്ല, ഇപ്പം ഇവിടെ തന്നെയാണ്, അപ്പോൾ ഇന്ന് പിറന്നാളാണ്, അപ്പോൾ തനിച്ച് കഴിക്കാൻ എന്തോ മനസ്സ് കേൾക്കുന്നില്ല. അത് ഞങ്ങളെ ചൂസ് ചെയ്യാൻ കാരണം നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടു, 3 ബസ്സും ഇവിടെ നിർത്തിയില്ല, നിങ്ങൾ വിശന്നിരിക്കാന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഈ റെസ്റ്റോറൻറ്റ് ഉള്ളിൽ കയറുമ്പോൾ ഞാൻ അത് കേട്ടു, അതാണ് തിരിച്ചു വന്ന് വിളിക്കുന്നത്, വാ മക്കളെ എന്ന് പറയുന്നു. അപ്പോൾ ഈ കുട്ടികൾ അതിനെന്താ ചേട്ടാ വരാമെന്ന് പറഞ്ഞിട്ട് ഈ 3 പേരും അവിടെ വരുന്നു. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യൂ. അപ്പോൾ അതിൽ ഒത്തിരി സംശയം, എടാ ഇയാളെക്കാരും നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇയാളെങ്ങാനും പോയാലോ, അങ്ങനെ തോന്നില്ലടാ, ഇയാൾ നല്ല മനുഷ്യനാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇവൻ്റെ ക്രെഡിറ്റ് കാർഡ്, അവൻ്റെ പേഴ്സ് അങ്ങോട്ട് കൊടുത്തു, നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വെച്ചോ, നിങ്ങൾ എന്ത് വേണമെങ്കിൽ ഓർഡർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇവൻ ഇഷ്ടപ്പെട്ട സദ്യ അവനെ ഓർഡർ ചെയ്യുന്നു. അവരെന്തൊക്കെയോ വേറെ എന്താ ഫുഡൊക്കെ അവർ ഓർഡർ ചെയ്യുന്നു, പനീർ, അങ്ങനെ എന്തൊക്കെയോ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്, ഫ്രൈഡ് റൈസ്, അങ്ങനെ എന്തൊക്കെയോ അവർ കഴിക്കുന്നു. എല്ലാം കഴിച്ചിട്ട് അപ്പോൾ എനിക്ക് 2-3 ഫോൺ ചെയ്യാനുണ്ട്, നിങ്ങൾ കഴിച്ചല്ലോ, ജ്യൂസോ ഐസ്ക്രീമൊക്കെ എല്ലാം കഴിച്ചങ്ങനെ അവർ പുറപ്പെട്ടു. താങ്ക് യു എന്നൊക്കെ പറഞ്ഞു. ഇവൻ്റെ ഫോൺ നമ്പറൊക്കെ അവർ വാങ്ങിച്ചു. അങ്ങനെ വളരെ താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഒക്കെ കൊടുത്ത് എല്ലാവരും ഇവനെ സ്നേഹത്തോടെ ഹഗ് ചെയ്തു. ഇവന് വളരെ സന്തോഷമായി. അത് കഴിഞ്ഞ് 2-3 ഫോണൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. കുറേ പേര് വിഷസ് അയച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് മെസ്സേജൊക്കെ അയച്ചു. അത് കഴിഞ്ഞ് ഈ ബില്ല് ചെക്ക് ഇൻ ചെയ്യാണ്. ബില്ല് ചോദിക്കുന്ന സമയത്ത് നോക്കിയപ്പോൾ ഇയാൾ ഓർഡർ ചെയ്ത സദ്യയുടെ ബില്ല് മാത്രമേ ഉള്ളൂ, നമ്മുടെ ഫ്രണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ 3 പിള്ളേർ എന്തൊക്കെയോ കഴിച്ചല്ലോ, അതിൻ്റെ ബില്ലൊന്നും കാണുന്നില്ല. അപ്പോൾ ഇവന് ചോദിച്ചു, എന്താണത് സാറിനെ ചോദിച്ചപ്പോൾ, സാർ ക്യാഷിലുള്ള എൻ്റെ മുതലാളി നിങ്ങളോട് അതിൻ്റെ ഉത്തരം പറയുന്നു. ഇവൻ നേരെ ക്യാഷിലേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്ന മുതലാളിയോട്, ഹോട്ടൽ ഓണറോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഞാൻ കഴിച്ചത് മാത്രമല്ല ഇവിടെ ഇട്ടുള്ളത്, ഇങ്ങനെ ആയാൽ നിങ്ങളുടെ കമ്പനിയൊക്കെ പൂട്ടില്ല, നിങ്ങളുടെ ഹോട്ടൽ പൂട്ടിപ്പോകില്ല എന്നൊക്കെ തമാശയായിട്ട് പറഞ്ഞു. അല്ല, സാറ് കഴിച്ചതിൻ്റെ ബില്ല് തന്നാൽ മതി. അപ്പോൾ അതെന്താ അങ്ങനെ പറയുന്നത്? സാറ് കഴിച്ചതിൻ്റെ ആഹാരത്തിൻ്റെ എത്ര ബില്ലായി, എത്ര പണമായി എന്നുള്ളത് നോക്കാനുള്ള മെഷീൻ ഇവിടെ ഉണ്ട്. പക്ഷേ വിശക്കുന്നവരോടുള്ള മനുഷ്യ സ്നേഹത്തിന് കണക്കിടുന്ന മെഷീൻ ഞങ്ങളുടെ അടുത്ത് ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇവനെന്താ ചെയ്യേണ്ടതെന്നറിയില്ല. പക്ഷെ അല്ലല്ല, ഞാനാണല്ലോ വിളിച്ചു വന്നത്, അത് എനിക്ക് എൻ്റെ പിറന്നാളാണ്, അതുകൊണ്ടാണെന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞു നോക്കി. പക്ഷേ ആ നല്ല മനുഷ്യൻ കേട്ടില്ല. എന്താ പറയുക, മനുഷ്യ സ്നേഹം ഇനിയും നമ്മുടെ ഭൂമിയിൽ കുറേ ഉണ്ട്. അവിടെ പിറന്നാളായിട്ട് 3 പേരെ വിളിക്കണമെന്ന് തോന്നിയ അവൻ്റെ മനസ്സും, പിറന്നാളിൽ ആരുമില്ല തൻ്റെ കൂടെ, അയാളുടെ കൂടെ നമ്മൾ 3 പേര് പോയി കഴിക്കാം, വിശപ്പുണ്ടെങ്കിലും പോയി കഴിക്കാമെന്ന് സമ്മതിച്ച് ആ 3 കുട്ടികൾ, ആ 3 കുട്ടികൾക്കും മനുഷ്യ സ്നേഹത്തോടു കൂടി, കരുണയോടുകൂടി ആഹാരം വാങ്ങിച്ചു കൊടുത്ത എൻ്റെ സുഹൃത്തിന് ചിലവാകരുത്, അത് അതിൻ്റെ ചിലവ് ഞാൻ വഹിക്കാമെന്ന് പറയുന്ന ആ ഹോട്ടലിൻ്റെ ഉടമ, ഇവരൊക്കെ ആരാണ്? സ്നേഹം മാത്രം നിറഞ്ഞുള്ള ദൈവത്തിൻ്റെ കരുണ എന്താണെന്ന് അറിഞ്ഞവരായിരിക്കണം അവരല്ലേ. ആ സ്നേഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ.